ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹം, ആ ആഗ്രഹം നടക്കാനുള്ളൊരു വഴി ഞാൻ പറയട്ടെ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു ആഗ്രഹം ഉണ്ടാവും. അത് നടക്കാനുള്ളൊരു വഴിയാണ് ഞാൻ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ പാരായണം ചെയ്യലാണ്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ചെയ്യണം. ഇത് ചെയ്യേണ്ട സമയം എത്ര തവണ ഒക്കെ ഞാൻ പറയാം. ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്ന ഒരു സൂറത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും ഒരു തവണ നിങ്ങൾ ചൊല്ലുക. എപ്പോഴാണ് ചൊല്ലേണ്ടത്? ഒന്നെങ്കിൽ സുബ്ഹിക്ക് ശേഷം, അല്ലെങ്കിൽ മഗ്രിബിന് ശേഷം. ഈ രണ്ടാലൊരു സമയത്ത് നിങ്ങൾ ചൊല്ലണം. ഇത് പ്രത്യേകമായി 21 ദിവസമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ അമൽ. ഇനി സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം? സൂറത്തുൽ ഫത്ഹ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ അത് 489 489 തവണ നിങ്ങൾ ചൊല്ലുക. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സൂറത്തുൽ ഫത്ഹ് ഒരു തവണ ഓതുന്നു, കഴിഞ്ഞ ഉടൻ യാ ഫത്താഹു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് 489 തവണ ചൊല്ലുന്നു. ഇതൊക്കെ ചൊല്ലുമ്പോൾ മനസ്സിൽ നമ്മുടെ ഉദ്ദേശം ഉണ്ടാവണം. എന്നിട്ട് അള്ളാഹുവിനോട് ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു വലിയ ഫത്ഹ് നൽകട്ടെ. വീണ്ടും കാണാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.